രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായതിനു പിന്നാലെ സർക്കാരിനെതിരെ പുതിയ സമരമുറകൾക്കൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. നവകേരള സദസ്സിനെതിരെ ഓഡിറ്റ് സമരവും സാംസ്കാരിക സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. ജാമ്യം ലഭിക്കാൻ വ്യാജ മെഡിക്കൽ രേഖ നിർമ്മിച്ചു എന്ന ആരോപണം തെളിയിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായ സമരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ജയിൽ നിറയ്ക്കൽ സമരം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് തെരുവിലുണ്ടാവുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഒപ്പം സമരരീതികളിൽ മാറ്റം വരുത്താനും സംഘടന ആലോചിക്കുന്നുണ്ട്. സാംസ്കാരിക പ്രതിപക്ഷം എന്ന ആശയത്തിലാവും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സമരമുറ. സാംസ്കാരിക നായകർക്കായി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. നവകേരള സദസ്സിനെതിരെ ഓഡിറ്റ് സമരം, UDYF-ന്റെ നേതൃത്വത്തിൽ ഗ്രേറ്റ് മാർച്ച് എന്നിവയും സംഘടിപ്പിക്കും. നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പണം നേരിട്ടെടുത്ത്, അതുകൂടാതെ ഓരോ വകുപ്പുകളുടെ മേധാവികൾ നേരിട്ടിറങ്ങി നിന്ന് പണം പിരിച്ച് നടത്തിയ നവകേരള സദസ്സിൽ എന്ത് നേട്ടമുണ്ടായി, കേരളം എന്ത് നേടി എന്ന ഓഡിറ്റ് സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. പോലീസ് സേനയിലെ ചില ദുഷ്പ്രവണതകൾക്കെതിരായിട്ട് മുൻപ് നടത്തിയതിന് സമാനമായ സമരങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. തെരുവിൽ തന്നെ ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുവാൻ വേണ്ടി UDYF-ന്റെ നേതൃത്വത്തിലുള്ള ഗ്രേറ്റ് മാർച്ചും നമ്മൾ അത്തരം സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന ആരോപണം തെളിയിക്കാൻ MV ഗോവിന്ദന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരസ്യ വെല്ലുവിളി. ഞാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ, അദ്ദേഹത്തെ ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകുവാൻ തയ്യാറാണ്. ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെ ഉണ്ടോ, അതിനകത്ത് സംശയമുണ്ടെങ്കിൽ CCTV ഫൂട്ടേജ് അടക്കം ശ്രീ MV ഗോവിന്ദന് കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് റിക്വസ്റ്റ് ചെയ്യാം. സമരങ്ങൾക്കെതിരെ പോലീസ് നടത്തിയ മർദ്ദനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാനും ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. കേസുമായി മുന്നോട്ട് നീങ്ങുന്ന എല്ലാ പ്രവർത്തകർക്കും നിയമസഹായവും ഉറപ്പുവരുത്തും. 24 തിരുവനന്തപുരം.